മൂന്നാമത്തെ ഡെഫിനിഷൻ, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ്, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ മുമ്പേ പഠിച്ചിട്ടുള്ളതാണ്. പക്ഷേ എന്താണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്? ഒരു സെല്ലിൻ്റെ EMF എന്താണെന്ന് തൊട്ട് മുന്നിലെ ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞു. EMF എന്ന് പറയുന്നത് എന്താണ്? ഒന്ന് ഓർത്തെടുക്കുക. ഒരു സെല്ലിൻ്റെ രണ്ട് ടെർമിനൽസ് തമ്മിലുള്ള മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ആ സെല്ലിൻ്റെ EMF. അതായത് ആ സെല്ല് ഒരു ഓപ്പൺ സർക്യൂട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ, കറൻ്റ് ഒന്നും ആ സെല്ലിൽ നിന്ന് പുറത്തേക്ക് പോകുന്നില്ലെങ്കിൽ, ആ സെല്ലിൻ്റെ രണ്ട് ടെർമിനൽസ് തമ്മിലുള്ള മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് EMF. ഇനി നമ്മൾ ആ ഒരു സെല്ല് ഒരു സർക്യൂട്ടിൽ കണക്ട് ചെയ്താലോ, അല്ലെങ്കിൽ ആ സെല്ലിൽ നിന്ന് പുറത്തേക്ക് കുറച്ച് കറൻറ്റ് ഒഴുകുന്നുണ്ടെങ്കിലോ, ആ സമയത്തുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വിളിക്കുന്ന പേരാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് V എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ്. EMF നമ്മൾ E എന്ന് പറയുന്ന ലെറ്റർ വെച്ച് റെപ്രസെൻറ്റ് ചെയ്തു. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V എന്ന് പറയുന്ന ലെറ്റർ വെച്ചിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതിൻ്റെ ചെറിയൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് നോക്കാം. It is the potential difference between the two terminals of the cell in a closed circuit. ക്ലോസ്ഡ് സർക്യൂട്ട് എന്ന് ഉദ്ദേശിച്ചത് അവർ കറൻറ്റ് ആ സെല്ലിൽ നിന്ന് ഒഴുകുന്ന അവസ്ഥയാണ്. ക്ലോസ്ഡ് സർക്യൂട്ടിൽ നമ്മളൊരു സെല്ല് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ആ സെല്ലിൽ നിന്ന് ആ സർക്യൂട്ടിലുള്ള കമ്പോണൻസ് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി തീർച്ചയായും കുറച്ച് കറൻറ്റ് പുറത്തേക്ക് ഒഴുകും. ആ സമയത്ത് എന്തുണ്ടാകുമെന്ന് നമ്മൾ പറഞ്ഞു? ആ രണ്ട് ടെർമിനൽസ്, സെല്ലിൻ്റെ രണ്ട് ടെർമിനൽസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയും. ഓപ്പൺ സർക്യൂട്ടിലാണെങ്കിൽ നമുക്ക് മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് കിട്ടും, അതാണ് EMF. ക്ലോസ്ഡ് സർക്യൂട്ടിലാണെങ്കിൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഒരു അല്പം കുറയും. അപ്പോഴുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസിന് വിളിക്കുന്ന പേരാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, EMF ആയിരിക്കും എപ്പോഴും കൂടുതൽ, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് EMFനേക്കാളും കുറവായിരിക്കും. ഞാനിത് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ലെറ്ററാണ് V. V ഈസ് ലെസ് ദാൻ EMF. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ആ സെല്ല് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നത് കൊണ്ടാണ്. ആ ടോപ്പിക്കാണ് നമ്മുടെ അവസാനത്തെ ഡെഫിനിഷൻ, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഇറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ V. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് V ആണ്. അതിൻ്റെ SI യൂണിറ്റ് വോൾട്ട് തന്നെയാണ്. EMFൻ്റെയും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിൻ്റെയും യൂണിറ്റ് ഒന്ന് തന്നെയാണ്. നിങ്ങൾക്ക് ജൂൾ പെർ കൂളം ഉപയോഗിക്കാം, അതുമല്ലെങ്കിൽ വോൾട്ട് ഉപയോഗിക്കാം. വോൾട്ടാണ് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കാറ്. ഒരു പോയിന്റ് ഞാൻ ഒന്നും കൂടി പറയുകയാണ്, ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും EMFനേക്കാളും ചെറുതായിരിക്കും. അതിന് കാരണമുണ്ട്. ഓപ്പൺ സർക്യൂട്ടിൽ മാക്സിമം പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരിക്കും ആ സെല്ലിൻ്റെ ടെർമിനൽസ് തമ്മിൽ ഉണ്ടാവുക, അതാണ് EMF. നമ്മളതിനെ ക്ലോസ്ഡ് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ വെക്കുമ്പോൾ, അതുമല്ലെങ്കിൽ ആ സെല്ലിൽ നിന്ന് കുറച്ച് കറൻറ്റ് പുറത്തേക്ക് ഒഴുകുമ്പോൾ അവിടെ എന്തു കുറയുന്നു? പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയുന്നു. അങ്ങനെ ഒരു സെല്ല് ക്ലോസ്ഡ് സർക്യൂട്ടിൽ വെക്കുമ്പോൾ ഉണ്ടാകുന്ന രണ്ട് ടെർമിനൽസ് തമ്മിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ആ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും EMFനേക്കാളും കുറവായിരിക്കും. അതിനൊരു കാരണമാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ആ സെല്ല് നമ്മൾ പ്രധാനമായിട്ടും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഇലക്ട്രോലിറ്റിക് സെല്ലാണ്. ഇലക്ട്രോലൈറ്റ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന സെല്ല് ഇലക്ട്രോലൈറ്റിക് സെല്ല്. ആ ഇലക്ട്രോലിറ്റിക് സെല്ലിൻ്റെ ഇലക്ട്രോലൈറ്റ് ഒരു റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. ആ റെസിസ്റ്റൻസിന് വിളിക്കുന്ന പേരാണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. അതാണ് നമ്മുടെ അടുത്ത ടോപ്പിക്ക്, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ആ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് അവിടെ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറയാൻ കാരണം. ഒരു സർക്യൂട്ടിൽ നമ്മളൊരു സെല്ല് കണക്ട് ചെയ്ത് കറൻറ്റ് പുറത്തേക്ക് ഒഴുകുമ്പോൾ മാത്രമേ ആ സെല്ലിന് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഉണ്ടാകും, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അവിടെ കുറയും. അതുകൊണ്ടാണ് EMF എപ്പോഴും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനേക്കാൾ കൂടിയിരിക്കുന്നത്. തിരിച്ചു പറയുകയാണെങ്കിൽ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എപ്പോഴും EMFനേക്കാൾ കുറവാകുന്നത്. നമുക്ക് നോക്കാം എന്താണ് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്.